ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിച്ച് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഇന്നത്തെ ഗവർണറുടെ പരിപാടി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബഹിഷ്കരിക്കും. ഗവർണർ നടത്തുന്ന കാവ്യവൽക്കരണം, സർവകലാശാലകളെ തകർക്കുന്ന നിലപാട് എന്നിവയിൽ പ്രതിഷേധിച്ച് ഇന്നത്തെ പരിപാടി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബഹിഷ്കരിക്കും. ഗവർണർക്കും ഗവർണറുടെ നോമിനിയായ വിസിയുടെ ഏകാധിപത്യ നിലപാടിനെതിരെയും നിലപാട് കടുപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ബഹിഷ്കരണ വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഈ നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അവിടെയെല്ലാം ഈ ഒരു കാവ്യവൽക്കരണം കൊണ്ടുവരിക, സെനറ്റിലടക്കം സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി ചില നിയമനങ്ങൾ നടത്തുക ഇതൊക്കെയാണ് ഈ ഗവർണർ തുടരുന്നത്. ഇതിനെതിരെയാണ് ബഹിഷ്കരണം, അല്ലേ സിൻഡിക്കേറ്റിന്റെ? തീർച്ചയായും ഗവർണർക്കെതിരെ ഉള്ള നിലപാട് അത് കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, പ്രത്യേകിച്ചും ഗവർണറുടെ നടപടികൾ എത്തരത്തിലാണ്, പൂർണ്ണമായും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു നീക്കം അതിന്റെ ഭാഗമായി തന്നെയാണ് സെനറ്റിലേക്കുള്ള അംഗങ്ങളെ തിരികെ കയറ്റുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ കേരള സർവകലാശാലയിലേക്ക് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഏതായാലും ഇന്നത്തെ പരിപാടി ബഹിഷ്കരിക്കുവാൻ വേണ്ടി ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ ഇന്നത്തെ പരിപാടികൾ ബഹിഷ്കരിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഗവർണർക്കും ഗവർണറുടെ നോമിനിയുമായ വിസിയുടെ ഏകാധിപത്യ നിലപാടിനെതിരെയും ഒരു നിലപാട് കടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. 15 ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളും ഈ പരിപാടി ബഹിഷ്കരിക്കും എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഡോക്ടറേറ്റ് ഇല്ലാത്ത മോഹനൻ കുന്നുമേൽ കേരളയിൽ വിസി ചുമതല വഹിക്കാൻ യോഗ്യനല്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം അവർ വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയിരുന്നു. കൃത്യമായ രീതിയിൽ ചാൻസലർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാവ്യവൽക്കരണം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു വിസിയെ നിയമിച്ചിരിക്കുന്നു. അതാണ് മോഹനൻ കുന്നുമേൽ. ആ രീതിയിലുള്ള നടപടികൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്നത്തെ ഗവർണറുടെ പരിപാടി ബഹിഷ്കരിക്കാനുള്ള തീരുമാനം. ശരി ഷീജ, എന്തായാലും ഗവർണറുടെ പരിപാടി ബഹിഷ്കരിക്കാൻ തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം. 15 ഇടതുപക്ഷ അംഗങ്ങളാണ് ഗവർണറുടെ പരിപാടി ബഹിഷ്കരിക്കുക. വിവരങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.